ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗായ്സ്, കറണ്ട് പോയ സമയത്ത് ഒരു വ്ളോഗാണ്. എൻ്റെ അമ്മച്ച അവിടെ ഇത് ലാമ്പ് പിടിച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് ടോർച്ച് അടിച്ച് തരാണ് ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗായ്സ്, ഞാൻ പാതിരാത്രി ബാഗും തൂക്കി എവിടേക്കാണ് പോകണേ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ബാഗും തൂക്കി എവിടേക്കാണ് പോകണേ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പപ്പയുടെ വീട്ടിൽ പോകണേ ഗായ്സ്. അവിടെ ഞാൻ ഇതിട്ട് അവിടെയാണ് ഗൈസ്. ഞാനൊരു മാസം നിന്നിട്ടായിരിക്കും വരുന്നത്. ഇവിടെ ആർക്കും എന്നെ വേണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരും പൊക്കോന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു പോവാന്ന്. പക്ഷെ ഇവരിരുന്ന് കരയാണ് ഗൈസ്. ഞാൻ പോകുന്നത് കൊണ്ട് ബിയാനി ഇരുന്ന് കരയുന്നു, അമ്മ ഇരുന്ന് കരയുന്നു, അമ്മച്ചി കരയുന്നു. അപ്പോൾ ഗൈസ് ഞാൻ പോവാണ്. ഞാൻ പോയിട്ട് നാളെ വരും. അപ്പോൾ ഗൈസ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പാപ്പൻ മരിച്ചിട്ടിപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ കുർബാന ചെല്ലിക്കലാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് രാത്രി പോവാണ്. രാത്രി പോയിട്ട് ഞാൻ നാളെ അവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വരും ഗൈസ്. ഇവർക്ക് എന്നെ കണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് പപ്പയുടെ വീട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് എല്ലാവരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ലേ വീടൊന്നും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വീഡിയോ എടുത്ത് വീടൊക്കെ കാണിച്ചു തരാം. അവിടെ എല്ലാവരും ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പോവാണ് ഗൈസ്. ആമീനെയും എല്ലാവരും വിട്ട് ഞാൻ പോവാണ് ഗൈസ്. ഞാൻ പോയിട്ട് നാളെ വരും. നിങ്ങൾ വിഷമിക്കണ്ട. അപ്പോൾ അതേ എൻ്റെ മമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. മമ്മ കരയാണ് ഗൈസ്. കരയണ്ട പോട്ടെ, കരയണ്ട മമ്മി, കരയണ്ട മമ്മി, ഞാൻ വരും. മമ്മയ്ക്ക് സന്തോഷമുള്ളൂ ഞാൻ പോയി കഴിഞ്ഞാൽ. അമ്മ DJ വെക്കും വേണമെങ്കിൽ റൂമില്. അപ്പൊ ഞാൻ പോവാണ്. മമ്മ കൊണ്ടാക്കണം അവിടെ. ഞാൻ പോവാണ്. അപ്പൊ അവിടത്തെ വീടും എല്ലാം ഞാൻ കാണിച്ചു തരാം. വീട്ടിൽ നിന്ന് ഇറങ്ങി പപ്പ പകുതി ആവുമ്പോ കൊണ്ടുവരാൻ വരാന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്നെ കാറിൽ കൊണ്ടാക്കാണ് ഗൈസ്. കുഞ്ഞാറ്റി ഉണ്ട്. പിന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് ഒരാള് ഭയങ്കര കരച്ചില് കുക്കു. അപ്പൊ അള്ളി പിടിച്ചിട്ട് എന്റെ അടുത്തേക്കൊന്നും വരാത്ത ആളാട്ട എന്റെ മേത്ത് കയറാൻ നോക്കണ് കൂടെ വരാൻ വേണ്ടിട്ട്. അപ്പൊ ലാസ്റ്റ് കരച്ചിലായപ്പോ അമ്മച്ചിയും കൂടെ കയറിയിരിക്കുന്നു. അമ്മച്ചിയുടെ കണ്ണാടിയുടെ ഉള്ളിൽ കൂടെ വെളിച്ചം മാത്രമേ കാണുള്ളൂ. അവിടെ മാത്രമേ കാണുള്ളൂ. കുക്കു അമ്മച്ചി ഒന്നും ഇങ്ങോട്ട് നീട്ടിയവനെ കാണാനില്ല. എവിടെ കുക്കു? അപ്പൊ ഗൈസ് കുക്കു മണി. അപ്പൊ ഗൈസ് നമ്മുടെ കുക്കുവിനെ ഫ്രണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട്. അത് നോക്കാണ് ഇവിടുത്തെ. അപ്പൊ പപ്പ ഇപ്പൊ വരും. ഞാനപ്പൊ പോവാണ് ഗൈസ്. ഈ ചെക്കൻ. അപ്പൊ ഗൈസ് പപ്പ ഇപ്പൊ വരും. ഇപ്പൊ ഞാൻ പോവാണ്. നമ്മുടെ കുക്കുവിനെ എനിക്ക് ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഉമ്മ തരോ? ഹലോ ഗൈസ് പറഞ്ഞേ. കുട്ടി അങ്ങനെ അതൊക്കെ അറിയാലോ. എനിക്ക് തോന്നുന്നു ഇവൻ കൊറിയക്കാരനാ തോന്നുന്നുണ്ട് ഗൈസ്. ചെക്കൻ കൊറിയൻ ഭാഷയാണ് പറയണത്. ഇപ്പൊ ഒരാളെ നൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കണ്ണാട വെച്ചിട്ട് നൈറ്റ് ഇട്ട് അങ്ങനെ തന്നെ കറിയാൻ ചെയ്യും. അല്ലേ മാളുവിനെ പപ്പ വന്ന് കുഞ്ഞൊരു ഉമ്മ കുഞ്ഞായിരിക്കും ഉമ്മ കൊടുക്കണം. നാളെ എപ്പോഴാടി കുർബാന? മതിരി എല്ലാം ഉണ്ടാവണ്ടടി. നാളെയാ? നാളേക്ക് അറിയില്ല. 10 മണിക്കാൻ പോകുന്നുണ്ട്. ഒക്കെ അറിഞ്ഞിട്ടൊന്ന് വിളിച്ചു പറഞ്ഞോളൂ അവരെ. എന്തായാലും കുർബാന ഞാൻ പോവാണ് ഗൈസ്. ബൈ. അവിടെ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. പപ്പനെ പപ്പനെ കാണിച്ചിട്ടുണ്ട് പണ്ടൊരു വീഡിയോയില്. അല്ലല്ല മറ്റേത് എനിക്ക് ഡെങ്കി വന്നപ്പോ പപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ഷോർട്സിലാണ് അല്ല ലോങ് വീഡിയോയിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു. മമ്മി
കുട്ടി ഫോൺ നോക്കിയിരിക്കവള്. ഇതാണ് നമ്മുടെ അമ്മാമ്മ, പപ്പയുടെ അമ്മയാണ് ഗൈസ് എൻ്റെ അമ്മാമ്മ. ഹായ് പറയാ അമ്മാമേ. അയ്യോ പറ ഹായ് പറ. അവരോട് പോയി പറയും. ഫുഡ് കഴിക്കാൻ പോവാണ്. അവരോട് അവരെ കഴിച്ച് ആന്റിനി അവരൊക്കെ നമ്മുടെ കൂട്ടുകാരി പറഞ്ഞിട്ട് അവര് കഴിക്കും. ഇതാണ് എന്റെ പപ്പ. ഹായ് പറയൂ. അപ്പൊ ഇതാണ് എന്റെ പപ്പ. ജിമ്മയാണ് കേട്ടോ. കാണിച്ചേ മസില് കാണാനില്ല. ഹലോ ഞാൻ ഫുഡ് കഴിക്കട്ടെ, വിശക്കണം എനിക്ക്. കഴിച്ചാ നീ അങ്ങനെ ഫുഡ് അടിക്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും പൂ പറിക്കാനിരുന്നു. കാരണം സെമിത്തേരിയുമേ അപ്പാപ്പൻ്റെ കല്ലറയുടെ അവിടെ അലങ്കരിക്കണമല്ലോ പൂ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പൂ പറിക്കാനൊക്കെ ആയിട്ടിരുന്നു. അപ്പോൾ ഗൈസ് ഞാൻ കിടക്കാൻ പോവാണ്. പിന്നെ ഞാൻ വീട് ഞാൻ രാവിലെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നാളെ അപ്പോൾ വീടും എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഉറങ്ങട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. ഇപ്പോൾ സമയം 8 മണിയായി. അപ്പോൾ 11 മണിക്കാണ് കുർബാന. അപ്പോഴേക്കൊക്കെ റെഡി ആവാം. അപ്പോൾ ഞാൻ പോയി പല്ലൊക്കെ തേക്കട്ടെ. ഇനി പല്ല് തേക്കണം. അപ്പോൾ ഞാൻ പല്ല് തേക്കാൻ പോവുകയാണ്. പല്ല് തേച്ചിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മുടെ പല്ല് തേച്ച് കഴിഞ്ഞു. പപ്പ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാണ്. പപ്പ ദോശ വാങ്ങിക്കൊണ്ടുവന്നു പുറത്തുനിന്ന്. ദോശയും ചട്നിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അതിന് ഫുഡ് കഴിക്കണം ഗൈസ്. അപ്പം ഈ നാണം വീഡിയോ എടുക്കുന്നതിന്. ഞാനും കഴിക്കട്ടെ, വിശക്കുന്നു. നോക്കും വരിക. ഗൈസ് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞാൻ വീട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ വീട്. ഞാൻ ശരിക്കും കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് വീട്. ഇത് പപ്പയുടെ സ്കൂട്ടിയാണ്. മുകളിലാണ് കേട്ടോ ഫുഡൊക്കെ കൊടുക്കണേ. അപ്പോൾ മുകളിൽ കസാര കൊണ്ടിടാൻ വേണ്ടി പോവാണ്. നമുക്ക് പോവാം. അപ്പോൾ നടക്കാൻ കിടക്കും. പക്ഷെ ഇതാണ് സോനു. സോനുവിന് ഭയങ്കര നാണാണ്. നോക്കടാ, ഞാൻ നോക്ക് ഗൈസ്. ഇതാണ് സോനു. സോനും മരിയാന്ന് പറയും. ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സോനും മരിയും പപ്പയുടെ അനിയത്തിയുടെ മക്കളാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ അവൻ എൻ്റെ ചേട്ടനാണ്. എന്നെക്കാട്ടിലും 1 വയസ്സിന് മൂത്തതാണ് അവൻ. പക്ഷേ ഞാൻ സോനു വിളിച്ച് അങ്ങനെ ആയിപ്പോയി. 1 വയസ്സിനല്ലേ. അപ്പോൾ പിന്നെ ഞാനവിടെ 3 വയസ്സിന് 4 വയസ്സിന് മൂത്ത ചേട്ടന്മാരെ വരെ ആൽഫിനെ ചുരും വരെ ഞാൻ ഡായടാ നോക്കി വിളിക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ വിളിച്ചങ്ങനെ ഇതായിപ്പോയി. അപ്പോൾ അവനെൻ്റെ ചേട്ടനാണ് ഗൈസ്. +2 ആയി കുട്ടി. ഇതൊക്കെയുണ്ട് വിശേഷം. നല്ല വിശേഷം. ഇവിടെ കുട്ടീനല്ല ഒരു അട്ടാ പഠിക്കണേ. അവിടെ എൻ്റെ പോലെ ഞാൻ പണ്ട് ഇവിടെ ബാങ്ക്സ് വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് കലി വരും. അതേപോലത്തെ വീഡിയോസാണ്. അപ്പം അതേപോലെ കുട്ടി വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇൻസ്പയർ ആയതാണ് ഗൈസ് എന്നിൽ നിന്ന്. 6 പാക്ക് കാണിച്ച് നടക്കാ കള്ളൻ. ഇതൊരു കനാലാണ് ഗൈസ്. കണ്ടോ കനാൽ? പണ്ട് ഇത് മൂടിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ സ്ലാബൊക്കെ വെച്ച് അടച്ചു. അപ്പം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആമയൊക്കെ ഇങ്ങനെ പോകണം കാണാം. ആമ
സോന എന്തേലും പറയൂ. ആശാരം ഒതുക്കാട് ഇവര് ഞങ്ങൾ വെറുതെ കാണാൻ വന്നതാ. അവിടെ നിന്ന് 11 മണിക്ക് കുർബാന, അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വരും. ഇവിടെയാണ് ഫുഡൊക്കെ. അപ്പോൾ അങ്ങനെ ഗൈസ് ഞാൻ ഇനി കുളിക്കാൻ പോവുകയാണ്. ഇത്ര നേരം മുകളിലിരിക്കായിരുന്നു, വെറുതെ ഇരുന്നു, സോനായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. ഇനി ഞാൻ കുളിച്ചിട്ട് വരാം. കുളിക്കട്ടെ. അങ്ങനെ ഗൈസ് എല്ലാവരും കുളിച്ചൊക്കെ റെഡിയായി. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പോവാണ്. ഇനി പള്ളിയിൽ പോയിട്ട് കുർബാന കഴിഞ്ഞിട്ട് ഇനി സെമിത്തേരിയിൽ പോയിട്ട് അവിടെ ഒപ്പീസ് ചൊല്ലലൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ് ഗൈസ് പള്ളിയിലേക്ക്. അങ്ങനെ ഞങ്ങൾ കാറിൽ പോവാണ്. സോനുൻ്റെ മരിയുടെയും പപ്പയുടെ കാറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇതാണ് ഡേസി ആൻറ്റി. ഡേസി ആൻറ്റി എൻ്റെ പപ്പയുടെ അനിയത്തിയാണ്. അപ്പോൾ പപ്പയുടെ അനിയത്തിയുടെ മക്കളാണ്, ഞാൻ പറഞ്ഞില്ലേ, സോനുവും മരിയും കൂടെ. പിന്നെ അമ്മ പപ്പയുടെ അമ്മ, പിന്നെ ഇത് യാക്കോബച്ചൻ, പിന്നെ സോനുൻ്റെയും മരിയുടെയും പപ്പയാണ് കേട്ടോ കാർ ഓടിക്കുന്നത്. പിന്നെ ഞാൻ പപ്പയുടെ കുറച്ചൊക്കെ കസിൻസിനൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയവരൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ. നമ്മൾ പള്ളിയിൽ പോകുവാണ്. അപ്പൊ നമുക്ക് പോവാം. ഇന്നലെ കാണിച്ചു ഞാൻ ഇടും കേട്ടോ. അങ്ങനെ നമ്മൾ കുർബാനയ്ക്ക് കഴിഞ്ഞ് വേഗം സെമിത്തേരിക്ക് വന്നു. അപ്പോൾ ഇവിടെ അപ്പാപ്പൻ്റെ കല്ലറയുടെ അവിടെ പൂവൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുർബാന കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇനി ഒപ്പീസ് ചൊല്ലലാണ്. അപ്പം എല്ലാവരും ഇനി കുറച്ച് കഴിയുമ്പോൾ വരും. നാണാവണോ എവിടെ? ഹലോ ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹലോ ഹലോ പറഞ്ഞേ. ഹലോ പറ. ഹലോ പറ. ഹലോ അവനെ പോണെന്ന് അശു വീണ. അങ്ങനെ ഒപ്പീസ് കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. ഒപ്പീസ് ഈസ് ഓവർ. സോ നമ്മൾ വീട്ടിൽ പോവാണ് ഇനി. ഹായ് പറയ്. വീഡിയോയാ? അതെ, ഞങ്ങള് നല്ല ട്വിൻസായിട്ട് തോന്നാം. പക്ഷേ ചേച്ചി എനിക്കാണ്. പക്ഷേ ആര് ചേച്ചി? ഭയങ്കര വെയില. ഹലോ പറഞ്ഞേ. ഹലോ ഗൈസ്. ചെക്ക് കാണാൻ പാടില്ലേ? കാണുമ്പോ രണ്ടാളുണ്ട് ഇവിടെ മക്കള് ഒന്നുമില്ല. ഹലോ പറ. ഹലോ
എനിക്കും അതാണ്. താങ്ക് യു. ബനാന കുട്ടപ്പ. ആ ചെയ്യങ്ങനെ. കൊമ്പനാന കുട്ടപ്പ, കൊമ്പ് കുലുക്കണ കുട്ടപ്പ, ആനക്കാരൻ വീരപ്പന്റെ കൂടെ നടക്കണ കുട്ടപ്പ, ആനക്കാരൻ വീരപ്പന്റെ കൂടെ നടക്കണ കുട്ടപ്പ. ഡും 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 ഡും. എനിക്കാണെങ്കിൽ ഈ പാട്ടൊക്കെ കേട്ട് ശീലായി വീട്ടില്. ഞാൻ വീട്ടില് കൊറേ കേൾക്കാറുണ്ട്. എനിക്കൊക്കെ ഈ പാട്ട് ശീലാണ് ഗൈസ്. വെറുതെ പറയാണ്ട് ഇതൊരു കുഞ്ഞ കുട്ടിയാണ്. ഞാൻ കൊറേ കേൾക്കും വീട്ടില് പിള്ളേരെ വെക്കും ടിവിയിൽ. ആ നോക്കട്ടെ. ഹായ് പറ. ഹായ് ഹായ്. ആ എടുക്കുന്നുണ്ട്. തുടങ്ങി. മര്യാദയ്ക്ക് തിന്നോ? സച്ച് ജോലിക്ക് പോകണ്ട. സ്റ്റുഡിയോയിലേക്കാണ്. എവിടെ സച്ച് സൺസ്ക്രീൻ ഇടുന്നു. സൺസ്ക്രീൻ ഇടുന്ന അച്ചു. ഏസിൽ നിൽക്കാൻ പോണ ആളാണ് സൺസ്ക്രീൻ ഇട്ടേക്കണത്. ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞ് ഞാനിത് ഇപ്പൊ വന്ന് കിടക്കാണ്. 2 കുട്ടികൾ എന്റെ അപ്പുറത്ത് കിടക്കുന്നു. ഫുഡ് കഴിച്ച് ഇങ്ങനെ കിടക്കണം നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ കിടക്കാണ്. അപ്പൊ കുറച്ചേരം പഠിക്കൊന്നുമില്ല. അപ്പൊ കുറച്ചേരം കിടന്നിട്ട് ഞാൻ വരാം. അങ്ങനെ ഗൈസ് നമ്മൾ 2 രാത്രി നിന്നിട്ട് നമ്മളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ പാപ്പൻ്റെ കുർബാന കഴിഞ്ഞ ആ ഒരു രാത്രിയും കൂടെ അവിടെ നിന്നായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം പപ്പയ്ക്ക് 5 മണിക്ക് പണിക്ക് കയറണം. യൂണിയൻ പണിയാണല്ലോ മാർക്കറ്റിൽ തൃശ്ശൂർ. അപ്പോൾ ഒരു 5 മണി 6 മണിക്കാവുമ്പോൾ പപ്പയ്ക്ക് അങ്ങനെ കയറണം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് പോവാണ്. അപ്പം അമ്മ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞു. അവിടെ തൃശ്ശൂർക്ക് കൊണ്ടുവരാൻ വരാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പപ്പയൊക്കെ കൂടെ അമ്മമ്മോട് ടാറ്റയൊക്കെ പറഞ്ഞു. പിന്നെ ഡെയ്സിൻ്റെയും മരിയും സോനും ഒക്കെ ഉറങ്ങായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അവരുടെ അടുത്ത്. അപ്പോൾ അങ്ങനെ അമ്മാമ്മോട് യാത്ര പറഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങി. പിന്നെ കഴിച്ച് 2 ദിവസം അമ്മനെ കാണാത്തതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അമ്മനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക,